അള്ളാഹുവിൻ്റെ അടുത്ത് ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ദിവസം അത് ബലിയറുക്കുന്ന, ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പുണ്യങ്ങളുടെ പ്രതിഫലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവോട് ചോദിച്ചൊരു ചോദ്യവും ആ ചോദ്യത്തിന് അള്ളാഹു നൽകിയ ഉത്തരവും വിശദീകരണങ്ങളില്ലാതെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹം ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹീൽ മൗത്ത, പടച്ചോനെ മരിച്ചവരെ എങ്ങനെയാണ് ജീവിപ്പിക്കുക എന്ന് എനിക്ക് നീ കാണിച്ചു തരണം. അപ്പോൾ അള്ളാഹു ചോദിച്ച ചോദ്യം, അവലം തുഅ്മിൻ, ഇബ്രാഹിം നിനക്ക് വിശ്വാസമല്ലേ, നീ ഇത് കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്നാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അദ്ദേഹം കൊടുത്ത ഉത്തരം, ഖാല ബലാ വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഞാൻ അള്ളാഹുവേ തീർച്ചയായും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് 4 പക്ഷികളെ കൊണ്ടുവന്ന് അതിനെ കഷ്ണം കഷ്ണമാക്കി പല മലമുകളിൽ നിക്ഷേപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചപ്പോൾ ഓരോ പക്ഷികളും പുനർജീവിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യം അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രയോഗിച്ചൊരു വാക്കുണ്ട്, അഹബ്ബ ഇൻ യർതഖ മിൻ ഇൽമിൽ യഖീൻ ഇലാ ഐനിൽ യഖീൻ. അദ്ദേഹം അവിടെ ആഗ്രഹിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അറിവിൻ്റെ ബോധ്യത്തിൽ നിന്ന് കാഴ്ചയുടെ ബോധ്യത്തിലേക്ക് ഉയരാനാണ് എന്നാണ്. അറിവ് കൊണ്ട് അദ്ദേഹത്തിന് അറിയാം മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അള്ളാഹു അദ്ദേഹത്തിന് ആ ഒരു ഹിദായത്ത് കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം പ്രവാചകനായത്. അപ്പം അവിടെ നിന്നും അദ്ദേഹം അത് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്ന ഉയരത്തിലേക്ക്, ആ ഒരു വൈജ്ഞാനിക ഉയരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ്. നമ്മൾ അള്ളാഹുവോട് പടച്ചോനെ നിൻ്റെ സൃഷ്ടി രഹസ്യം എനിക്ക് കാണിച്ചു കൊണ്ടാന്ന് പറയാനുള്ള അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇസ്ലാമിക മാർഗരേഖകളിൽ നിന്ന് ഇസ്ലാം ദീൻ സത്യമാണെന്ന് 100% ബോധ്യപ്പെടാവുന്ന വിധമുള്ള തെളിവുകളും പ്രമാണങ്ങളും രേഖകളും നമ്മുടെ മുന്നിൽ എമ്പാടുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് ഹൃദയത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന്, വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് വിശ്വാസവും വിശ്വാസിയും നിലപാടുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്ത ആംഗിളിൽ നിന്ന്. ഇപ്പോൾ ലോകം പുരോഗമനം എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. ആ പുരോഗമനത്തിൻ്റെ കൂടെ നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ പിന്തിരിപ്പനായി ചിത്രീകരിക്കപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, ഞാൻ കുട്ടികളോടാണ് പറയുന്നത്, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒരു ഫിലിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്ത് വൈറലായ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ എടുത്ത് അണിയാൻ തുടങ്ങിയാൽ നിങ്ങൾ അണിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങളുടെ കുപ്പായം നിലവിലുള്ള കാലത്തെ കോലത്തിലും വലുപ്പത്തിലും അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിപ്പനായി പ്രഖ്യാപിക്കപ്പെടും. അതോടുകൂടെ നിങ്ങൾ മാളത്തിലേക്ക് ഒളിക്കും. എന്നിട്ടോ നിങ്ങൾ പതിയെ വീട്ടിലും കുടുംബത്തിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി ആ വേഷത്തിലേക്കും വിധാനത്തിലേക്കും മാറും. അങ്ങനെയാണോ എന്ന് ഓരോരുത്തരും ആലോചിക്കുക. കുട്ടികളൊക്കെ കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെയാണോ എന്ന് ആലോചിക്കുക. ഞാൻ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയണത്, മനസ്സിലായില്ലേ? ഹിജാബ് ധരിച്ചു പോകാൻ മനസ്സുള്ളൊരു പെൺകുട്ടിക്ക് പക്ഷേ ഫ്രണ്ട് സർക്കിളിന്റെ ഉള്ളിലേക്ക് ഹിജാബ് ധരിച്ചു പോകാൻ പറ്റൂല. എന്താ പോകാൻ പറ്റാത്തത്? അവിടെ നവലിബറലിസത്തിൻ്റെയും നവ പുരോഗമന ചിന്തകളുടെയും അടിച്ചേൽപ്പിക്കലുകളുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് നന്നായി മിനുങ്ങാതെ പുറത്തിറങ്ങാൻ ഒരു പെണ്ണിന് പറ്റുന്നില്ല. ലിപ്സ്റ്റിക് ഉപയോഗിക്കാതെ പുറത്തിറങ്ങാൻ ഒരു പെണ്ണിന് പറ്റുന്നില്ല. ഞാൻ ആ ലിപ്സ്റ്റിക് എന്നുള്ള പോയിന്റിലല്ല നിൽക്കുന്നത്, ആ മനോനിലയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചുറ്റുനിന്നുമുള്ള ഭയങ്കര കൾച്ചറൽ ഫാഷിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ നമ്മളെ എന്താ പറയുക, അഖ്ലാഖിനെ തല്ലിക്കൊന്ന ഫാഷിസ്റ്റുകളെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിലേറെ ഭീകരമായ ഫാഷിസമാണ് കൾച്ചറൽ ഫാഷിസം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് വേഷം ധരിക്കണം, നിങ്ങൾ എന്ത് ഭാഷ സ്വീകരിക്കണം, നിങ്ങളെങ്ങനെ ജീവിക്കണം എന്നതൊക്കെ കുറേ ചാനൽ ചർച്ചകൾ, കുറേ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ, കുറേ ബുള്ളിയിങ്ങുകൾ. നമ്മളെല്ലാവരും വീഡിയോൻ്റെ അടിയിൽ നോക്കിയാൽ കാണാം, നമ്മളെ താടിയെക്കുറിച്ചും നമ്മളെ മീശയെക്കുറിച്ചും നമ്മുടെ രീതികളെക്കുറിച്ചൊക്കെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടാവും. ആ കമന്റുകൾക്ക് മുന്നിൽ അങ്ങനെ കുനിഞ്ഞുകൊടുത്ത് മുട്ടുമടക്കി തിരിഞ്ഞു നിൽക്കാനാണെങ്കിൽ നാളെ ഇവർ പള്ളിയിൽ പോകുന്നവരാണെന്നും പറയും. നാളെ വരാൻ പോണ ക്യാമ്പയിൻ അതാണ്. ഇവന്റെ വീട്ടിൽ ഖുർആൻ ഉണ്ട് എന്ന് പറയും. അപ്പോഴോ അതിനൊക്കെ നമ്മൾ കുനിഞ്ഞു കൊടുക്കണോ? ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടച്ചോനെ കൈഫ തുഹീൽ മൗത്ത, എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിച്ചത് എനിക്ക് നീ കാണിച്ചു തരണം, എന്നിട്ട് എൻ്റെ ഖൽബിലേക്ക് നീ വിശ്വാസത്തെ നിലപാടിന് ഇട്ടു തരണം എന്ന് പറഞ്ഞത് മനസ്സിലാവുക. ഡൽഹിയിൽ
ഇന്ത്യയിൽ ഫാസിസം ഭരിക്കുമ്പോഴേക്ക് നമ്മൾ അങ്ങനെ വിറക്കുകയാണെങ്കിൽ, ഈ നാട്ടിൽ കലാപത്തിന്റെ അഗ്നി പടർത്തി അവർ വരുന്ന നാളിൽ നമ്മൾ അവരുടെ മുന്നിൽ കമഴ്ന്നു കൊടുക്കും. എന്നിട്ട് ഓരോ വാർഡിൽ നിന്നും ഓരോ സ്ഥലത്തു നിന്നുമുള്ള ഏറ്റവും വലിയ വോട്ട് അവർക്കായി മാറും. ഇന്ത്യയിൽ നമ്മൾ കാണുന്ന കാഴ്ചയുള്ളത്. അപ്പോ ഭയങ്ങൾ കൊണ്ട് കുനിഞ്ഞു കൊടുക്കേണ്ട കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നുള്ള ധീരനായ ആദർശ പിതാവിന്റെ വഴികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ആരെങ്കിലും ഒരാള് ഹിന്ദു ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള വിളക്ക് കൊളുത്തിയാൽ എന്താ വിശ്വാസം എന്ന് പറയണമോ, അങ്ങനെ ഒരു വിളക്ക് കൊളുത്തുമ്പോഴത്തേന് പൊളിഞ്ഞടുങ്ങുന്നതാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും, അല്ലേ? നമ്മുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളിലും പലപ്പോഴും ഈ വിളക്ക് കൊളുത്തലും കാര്യങ്ങളൊക്കെ പലവരും ചർച്ചയായിട്ടുണ്ട്. വിശ്വാസം വിശ്വാസമാണ്, അവിശ്വാസം അവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന ആയത്തിറങ്ങിയത്. പ്രവാചകനോട് പറഞ്ഞു, നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള എല്ലാ യുദ്ധം അവസാനിക്കും. എന്തേ വേണ്ടു? ഞങ്ങളുടെ പൂജാ വിഗ്രഹങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈപൊക്കിയാൽ മതി. നമ്മളെ നാട്ടിലെ നിലപാടനുസരിച്ചാണെങ്കിൽ ഉള്ളിൽ വിശ്വാസമില്ലാതെ വെറുതെ ഒന്ന് കൈപൊക്കി എന്താ കുഴപ്പം? അങ്ങനെ ചോദിക്കുക. അതിന് പടച്ചോനാ മറുപടി പറഞ്ഞത്. എന്താ പടച്ചോന്റെ മറുപടി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിറുകളെ, ഓ ഖുർആനിനെ സ്വീകരിക്കാത്തവരെ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കണേ എനിക്ക് ആരാധിക്കാൻ പറ്റൂല, ഒരു കാരണവശാലും പറ്റൂല. അവസാനം എങ്ങനെ ക്ലോസ് ചെയ്തത്? ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്, എനിക്ക് എൻ്റെ മതമാണ്. അപ്പൊ ആദർശം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അതിങ്ങനെ പരന്നൊഴുകണതല്ല. അത് ഓരോ സ്ഥലത്തും സൗകര്യത്തിനനുസരിച്ച് ചരിച്ചു വെക്കാനും മറച്ചു വെക്കാനും പറ്റുന്നതല്ല. അതിപ്പോ എന്താണ് അവിടെ അങ്ങനെ ഒരു അൽഫാത്തിഹ ഓതുന്നോടത്ത് എന്താ കൈ പൊന്തിച്ച് എന്താ പ്രശ്നം എന്നാ ചോദിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അവിടെ നിന്ന് നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അതന്നെയാണ് വിഷയം. അപ്പൊ നമുക്ക് യഖീനിലേക്ക് എത്താൻ വേണ്ടി ഒരു വലിയ അധ്വാനം നടത്തണം. നിങ്ങൾ നോക്കി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ യഖീന് നമ്മൾ പലയിടത്തും കണ്ടു. നമ്മളുടെ കാലത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തൊക്കെ വ്യാഖ്യാന സാധ്യതകൾ ഉണ്ടായിരുന്നു. ഏകഛത്രാധിപതിയായ ഭരണാധികാരി ഭരിക്കുന്ന നാട്ടിൽ അദ്ദേഹം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടത് രാത്രി യോഗം വിളിച്ച് അട്ടിമറി ശ്രമങ്ങൾക്ക് നടത്തിയത് കൊണ്ടോ സമാനമായ സൈനിക നീക്കങ്ങളിലൂടെ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത് കൊണ്ടോ അല്ല. ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ഞാൻ പറയുന്നു, അവിടുത്തെ അധാർമിക പ്രശ്നങ്ങളോട് സംവദിച്ചതിന്റെ പേരിലല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം സമൂഹത്തിൽ നിലനിൽക്കുന്ന അധാർമികതകളോട് സംവദിക്കണ്ട എന്നല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദ്യം ചെയ്യപ്പെട്ടത് റബ്ബിനെ ആരാധിക്കണം എന്ന വാദഗതി ഉയർത്തിയതിന്റെ പേരിലായിരുന്നു. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ ഒരു മാനസിക വിഭ്രംശവും അദ്ദേഹത്തിന് ഉണ്ടായില്ല, ഒരു ഡിപ്രഷൻ ഉണ്ടായില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അതിലേക്ക് പോയി. കുഞ്ഞിനെ അറക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ചു. നമുക്ക് 5 മൃഗങ്ങളെന്ന് അറക്കാനുണ്ട് എന്നല്ല, ഇന്ന് രാത്രി 9 മണിക്കാണ് നമ്മൾ അറിവ്. ഞാൻ വിശദാംശം പറയാം. അപ്പോൾ 5 മൃഗങ്ങളെയാണ് നമ്മൾ അറക്കണത്. ആരോ വളർത്തിണ്ടാക്കിയ ആരോ പുല്ലും വെള്ളമൊക്കെ കൊടുത്തൊരു മൃഗത്തെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ വാങ്ങി അതിന് എന്താ പറയാ, അതിനെ നമ്മൾ അറക്കണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തത് മൃഗത്തെ അല്ല. ഇബ്രാഹിം നബി സ്വലാം അറുത്തത് സ്വന്തം കുഞ്ഞിനെയാണ്. കുറേ കുഞ്ഞുങ്ങളുള്ള ഒരു വാപ്പ ഒരു കുഞ്ഞിനെ അറുത്തതല്ല. പിന്നെയോ ഇനിയൊരു കുഞ്ഞുണ്ടാവാൻ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നാവുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രായത്തിൽ കുഞ്ഞിനെ കിട്ടിയിട്ട് ആ കുഞ്ഞിനെയാണ് അറുത്തത്. അതോ ആ കുഞ്ഞായിട്ട് ഒരുപാട് കാലമൊന്നും ജീവിച്ചിട്ടില്ല. കുഞ്ഞിനെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ മക്കയിൽ കൊണ്ടേക്കാൻ വേണ്ടി പറഞ്ഞു. മക്കയിൽ കൊണ്ടേക്കി, ഒരു ഭയം ഉണ്ടായില്ല. അവിടെ കൊണ്ടേക്കി അവിടെ നിന്നില്ല. ഓരോ പ്രവാസിയും ഒന്നുകൂടി ഫീൽ ചെയ്തത് പിന്നെ ബോധ്യപ്പെടുന്ന എനിക്ക് തോന്നുന്നത്, അല്ലേ? എൻ്റെ ഒരു സുഹൃത്തിന്റെ പേഴ്സിൽ പഴയ 20 പൈസന്റെ ഒരു കോയിൻ ഉണ്ട്. 20 പൈസന്റെ ഒരു കോയിൻ എന്തോ കാര്യത്തിന് പേഴ്സ് തുറന്നപ്പോൾ ഇതെന്താന്ന് ചോദിച്ചാൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിന് കയറി ബോംബെയിൽ പോയി അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്ന കാലത്ത് ഞാൻ പ്രവാസിയാവുമ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടേക്കാൻ വന്ന എൻ്റെ മോന് എൻ്റെ അടുത്ത് തന്നതാണ്. ഇപ്പച്ചിൻ്റെ അടുത്ത് പൈസ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പൈസ അല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വരണട്ടോന്ന് 3 വയസ്സുകാരൻ അവൻ്റെ കുഞ്ഞു ഭാഷയിൽ പറഞ്ഞ ഓർമ്മകളെ അയാൾ സൂക്ഷിക്കണം. ഞാൻ പറയണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുഞ്ഞിനെയും ഭാര്യനെയും ഉപേക്ഷിച്ച് പോണത് എവിടെ? ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്കിടയിലല്ല, ഒരു ആട്ടിൻ കുഞ്ഞു പോലും ഇല്ലാത്ത ഒരാൾ കൂട്ടത്തെ കാണാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാ പോണേ. ഒരു പേടിയുണ്ടായില്ല. യഖീൻ ഉള്ളിലുണ്ട്, പടച്ചോനെ ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യം ഉള്ളിലുണ്ട്. ആ ബോധ്യം ഉള്ളിലുണ്ട് എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തെ ആ ഒരു കാര്യം ചെയ്യിപ്പിച്ചത്. അവസാനം വളർന്നു വന്ന് കുട്ടിയെ പിന്നെ എന്താ പറയുക പോറ്റുന്നൊരു പ്രായത്തിയപ്പോൾ തന്നെ സംരക്ഷിക്കാവുന്ന ഒരു പ്രായത്തിലേക്കൊക്കെ കടന്നു വന്നപ്പോൾ അറുക്കാൻ പറഞ്ഞു. അവിടെയും പ്രശ്നം ഉണ്ടായില്ല. ഇവിടെ നിന്നാണ് നമ്മൾ യഖീൻ എന്നുള്ള പോയിന്റ് പഠിക്കേണ്ടത്. എന്താ ആദർശപരമായ ബോധ്യം, ദൃഢത എന്നുള്ള പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. ടാങ്കിലുള്ളതാണല്ലോ ടാപ്പിലുണ്ടാകുക. ടാങ്കിലില്ലാത്ത വെള്ളം ടാപ്പ് തുറന്നാൽ കിട്ടുമോ? അദ്ദേഹത്തിൽ ആ ദൃഢത ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയിലും നമ്മളത് കാണുകയാണ്. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുഞ്ഞിനെയും ഭാര്യനെയും ഇവിടെ ആക്കി. എവിടുക്കാ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവ് വിളിച്ചെടുത്തേക്ക് അവർ പോന്നു. അവിടെ ആക്കിയിട്ട് തിരിച്ചു വാഹനം കയറി അദ്ദേഹം പോണ രംഗ ഹദീസിൽ ഇങ്ങനെ കാണാം. അപ്പൊ ബാക്കിന്ന്
മഹദിയായ ഹാജർ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, നിങ്ങളോട് അള്ളാഹ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്തു പോകുന്നത്? തിരിഞ്ഞു നോക്കാതെ, ആർത്ത് കരയുന്ന പിഞ്ചോമനയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഭാര്യയെയും മകനെയും നോക്കാതെ, നമ്രൂദിന്റെ കൊട്ടാര മട്ടുപ്പാവിലേക്ക് തൗഹീദ് പ്രസംഗിക്കാൻ പോകുന്ന ആ പ്രവാചകൻ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു കൊടുത്ത ഉത്തരം നഅം എന്നായിരുന്നു. അതേ എന്ന് മാത്രം പറഞ്ഞു. നഅം, 3 അക്ഷരം. അവിടെ അവർ പറഞ്ഞ മറുപടി എന്തോ, ഇതല്ല യുളയ്യിഉന അല്ലാഹ്, അള്ളാഹ് പറഞ്ഞിട്ടാണെങ്കിൽ അള്ളാഹു ഞങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തൂല, ഞങ്ങൾക്കൊരു പ്രശ്നം വരൂല, നിങ്ങൾ പോവുക ഇബ്രാഹിം എന്നാണ് പറഞ്ഞത്. ഇബ്രാഹിം, ഈ കുട്ടിക്ക് ഞാൻ ഇവിടുന്ന് വെള്ളം കൊടുക്കും, ഇബ്രാഹിം ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും, ഇവിടെ ഒരു തണൽ മരം പോലും ഇല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ എന്നൊന്നല്ല ചോദിച്ചേ, അള്ളാഹു പറഞ്ഞതാണോ എന്നാണ്. ഇതിനാണ് യഖീൻ എന്ന് പറയാം, ദൃഢത എന്ന് പറയാം, ഹൃദയത്തിന്റെ ഉള്ളിലെ ബോധ്യം എന്ന് പറയാം. നോക്കൂ നിങ്ങൾ, അതേ ഗുണം ആ മകനിലുണ്ടായി. മോനെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. എന്ത് വർത്താന വാപ്പങ്ങൾ പറയണു എന്ന് ചോദിച്ചില്ല. വാപ്പി മക്കളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇപ്പോഴും മക്കൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെ പോയിന്റുകൾ ഉണ്ടാവും വെറുതെ ചിന്തിച്ചു നോക്കി. ഓരോ വീട്ടിലും അല്ലേ, ഓരോ വീട്ടിലും വാപ്പി മക്കളും തമ്മിൽ പറഞ്ഞിട്ട് മക്കൾക്ക് ബോധ്യപ്പെടാത്ത എന്തൊക്കെ കാര്യം ഉണ്ടാകും. എല്ലാവരും മക്കളാകും, എല്ലാവരും ഒരു മിനിറ്റ് മക്കളാകുക. അപ്പൊ ഞാൻ പറഞ്ഞത് കൂടുതൽ ബോധ്യപ്പെടും. വാപ്പി മക്കളും തമ്മിൽ സംസാരിച്ചിട്ട് ബോധ്യപ്പെടാത്ത ഉണ്ടാകും. പക്ഷേ ഇവിടെ മോനെ നിന്നെ അറക്കണം എന്ന് പറഞ്ഞപ്പോ അങ്ങയോട് അള്ളാഹു കൽപ്പിച്ചത് അങ്ങ് ചെയ്തോളൂ ഉപ്പ, ഒരു കുഴപ്പമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ക്ഷമ അവലംബിക്കുന്നവരിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും ഉപ്പ, ക്ഷമാലുവായി കാണാൻ കഴിയും. അങ്ങനെ കിടത്തണ്, അറുക്കാൻ വേണ്ടി മലർത്തി കിടത്തി. അദ്ദേഹത്തിനെ അറുത്തിട്ട് മുറിവ്, ശരീരത്തിലെ ത്വക്ക് മുറിഞ്ഞ്, എല്ല് മുറിഞ്ഞ്, അല്ലെ, ആ തല ഇങ്ങനെ വേർപ്പെടണം, നടക്കണില്ല. കമഴ്ത്തി കിടത്താൻ പറഞ്ഞു മോനെ, കമഴ്ത്തി കിടത്തിയിട്ട് നടക്കണില്ല. അപ്പോഴാണ് ആകാശത്തുനിന്ന് വിളിയാളം വരുന്നത്, അത് സദ്ദഖ്ത റുഅ്യ, നീ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹിം എന്ന്. അങ്ങനെയാണ് ആടിൻ കുഞ്ഞിനെ കൊടുക്കുന്നത്. അല്ലാതെ അങ്ങാടിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് ആദ്യം തന്നെ ആട്ടുംകുട്ടിനെ അറുത്തിട്ടല്ല ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇരിക്കണ ഇരുത്തത്തിൽ കുറച്ചാളുകൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. അടുത്ത ബലി പെരുന്നാളിനെങ്കിലും ഞാൻ അറക്കും. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യം അത്. ഭയങ്കര ഈസി ആയിട്ട് എടുത്തു കൊടുക്കേണ്ട 10,000 അല്ല, ഭയങ്കര ഈസി ആയിട്ട് എടുത്തു കൊടുക്കേണ്ട സ്ത്രീകൾക്കും പറ്റും. നമ്മൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കണം. അപ്പൊ സഹോദരന്മാരെ, ഞാനിവിടെ പറയാൻ വിചാരിച്ച കാര്യവും അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്സബറു നിസ്ഫുൽ ഈമാൻ. സ്വബർ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ്. സ്വബർ എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. എന്നാലോ വൽ യഖീനു അൽ ഈമാനു കുല്ല, വിശ്വാസം എന്ന് പറയുന്നത് മുഴുവൻ യഖീനാണ്, ഹൃദയത്തിലെ ബോധ്യമാണ്. എന്താ ബോധ്യപ്പെടേണ്ടത്? 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പറയുന്ന വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ ലോകത്തോട് സംസാരിച്ചത് മുഴുവൻ സത്യമാണ്. അത് കാലത്തിനും ലോകത്തിനും യോജിക്കാത്തതും സന്ദർഭങ്ങളിൽ ചേരാത്തതും നമ്മുടെ തലച്ചോറിൽ ദഹിക്കാത്തതും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് ഹക്കാണോ, വഹിയിലൂടെ സ്ഥിരപ്പെട്ടതാണോ, അത് സ്വീകരിച്ചേ പറ്റൂ. അതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അസ്ല്. നോക്കൂ നിങ്ങൾ, ഒരു മാതുലിബത്തുൽ ജന്ന ഇല്ലാ ബിൽ യഖീൻ. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വർഗം ഒരാൾ ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടണമെങ്കിൽ അയാളുടെ ഉള്ളിൽ യഖീൻ വേണം. യഖീൻ ഉണ്ടായിട്ട് സ്വർഗം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യപ്പെടലുണ്ട്. ശരിക്കോടെ സ്വർഗം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യമാണ്, മനസ്സിലായില്ലേ? ശരിക്കോടെ സ്വർഗം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട്. അതേപോലെ തന്നെ വലാ ഹുരിബ മിനന്നാരി ഇല്ലാ ബിൽ യഖീൻ, നരകത്തിൽ നിന്ന് ഭയന്നുകൊണ്ട് ആ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന, നരകത്തിന്റെ നിലപാടുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ യഖീൻ തന്നെ വേണം, അല്ലെങ്കിൽ പറ്റൂല. അവിടെ ഒരു നരകമുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഒരു മാറി നിൽക്കലുണ്ട്, ഒരു നോ പറയലുണ്ട്, ഒരു മാറ്റി നിർത്തലുണ്ട്, അല്ലെ? അത് ബോധ്യത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വലാ സുബിറ അലൽ ഹഖ് ഇല്ലാ ബിൽ യഖീൻ, സത്യത്തിനു വേണ്ടി ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കാൻ പറ്റുകയില്ല യഖീനുള്ളവർക്കല്ലാതെ. യഖീനുള്ളവർ അത് നിന്നിട്ടുണ്ട്. ചരിത്രം എത്രയോ പാഠങ്ങളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോ അദ്ദേഹം വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് അതുകൊണ്ടായിരുന്നു. ലോകത്ത് 10,000 മനുഷ്യർ കൽത്തുറങ്കലുകളിൽ അടക്കപ്പെട്ടവരുണ്ട്, അല്ലെ? നമ്മുടെ ഇന്ത്യയിലടക്കം. എന്താണ് കേസിന്റെ ചാർജ് ഷീറ്റ് എന്ന് പോലും വ്യക്തമാക്കപ്പെടാതെ, ഒരു തവണ പോലും വിചാരണയുടെ കൂട്ടിൽ കയറ്റാതെ, എന്തിന് താൻ ശിക്ഷിക്കപ്പെട്ടു എന്നറിയപ്പെടാതെ വിസ്മരിക്കപ്പെട്ട ലോകത്ത് കൽത്തുറങ്കലുകൾക്കുള്ളിൽ അടക്കപ്പെട്ട മനുഷ്യരുണ്ട്. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ആഘോഷത്തിന്റെ ഈദ് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അബൂ ഖുറൈബ തൊട്ട് ഏറ്റവും ശക്തമായ തടങ്കൽ പാളയങ്ങളിൽ ശരീരം അനക്കാൻ കഴിയാതെ നീണ്ട വർഷങ്ങൾ കൈകാലുകൾ ചങ്ങലയിൽ അകപ്പെട്ട നിലയിൽ ജീവിക്കുന്നവരുണ്ട്. പോക്സോ കേസിൽ പെട്ടിട്ടോ,
ഏതെങ്കിലും സമൂഹത്തിൽ കലാപക്കൊടി ഉയർത്തിയിട്ടോ അല്ല. ലോകത്തെ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ തിട്ടൂരങ്ങൾക്ക് വിരുദ്ധമായി നിന്നു എന്നതുകൊണ്ട് മാത്രം. ഇപ്പൊ ഞാൻ പറയുന്നത്, അവരുടെ ഉള്ളിലൊക്കെ യഖീനാണ് അവരെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്. അബൂ ഖുറൈബ് ജയിലിന്റെ മുന്നിൽ സെക്യൂരിറ്റിക്കാരനായി നിന്ന ഉദ്യോഗസ്ഥൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കഥ നമുക്കറിയും. ഇസ്ലാം സ്വീകരണത്തിന്റെ കഥ അന്വേഷിച്ചപ്പോ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ അത് പറഞ്ഞു. ക്രൂരമായ പീഡനങ്ങളേറ്റ് നെറ്റിപൊട്ടി ചുണ്ടുപൊട്ടി രക്തം വാർന്നൊഴുകുന്ന മനുഷ്യർ, അവര് സുജൂദിൽ കിടന്ന് അല്ലാഹു അക്ബർ, അല്ലാഹ് എന്നും സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നും പറഞ്ഞപ്പോ അവർ പറഞ്ഞ ആ വാക്കുകളുടെ അറ്റത്തെ അല്ലാഹുവിനെ ഞാൻ അന്വേഷിച്ചു, അതാണ് എൻ്റെ ജീവിതത്തിന്റെ രക്ഷാമാർഗമായി വർത്തിച്ചത് എന്നാണ്. ആ യഖീനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിലുടനീളം നമ്മൾ പരതുമ്പോൾ ഈ ഒരു കാര്യം കാണും. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞ എന്താ? നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞത് മലന്റെ മേലെ കപ്പൽ ഉണ്ടാക്കാൻ. പ്രായോഗിക ബുദ്ധി അനുസരിച്ച് ആരെങ്കിലും അത് ഉൾക്കൊള്ളൂ. മലന്റെ മുകളിൽ, തെക്കമ്മലന്റെ മേലെ പോയിട്ട്, ഏറ്റവും ഉയരം കുറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊരു മലയാണല്ലോ ഇപ്പോൾ അല്ലേ, അവിടെ പോയിട്ട് നിങ്ങളൊരു കപ്പൽ ഉണ്ടാക്കിയെന്നാണ്. കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യാൻ തുടങ്ങി, വാട്ടാണ് പിരാന്ത്, കുറെ കാലമായി സാധു നടക്കണം. എത്ര വയസ്സ്? 950. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളത് ഒരു 75, 76. അതിന്റെ അപ്പുറം ഉണ്ടോ? ഇല്ല. അവിടെയൊക്കെ ഏറ്റവും കൂടിയത് എനിക്ക് തോന്നുന്നു ഇല്ല. 950 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ രൂപം എന്തായിരിക്കും? മൂപ്പർക്ക് എന്തായിരുന്നു പണി? 950 കൊല്ലം പിന്നെ എന്താണ്, ഞാൻ അവരെ രാത്രിയും പകലൊക്കെ ക്ഷണിച്ചോണ്ടിരിക്കുകയായിരുന്നു പടച്ചോനെ. എന്തിലേക്ക്? ലാത്തനി പിന്നെ ആ നാട്ടിൽ അവർ ആരാധിച്ചിരുന്ന പിന്നെ ദൈവങ്ങളെ പ്രാർത്ഥിക്കരുത്, ആരാധിക്കരുത്, ഔലിയാക്കളെ വിളിക്കരുത് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ ഭ്രാന്ത് എന്ന് വിളിച്ച ആളുകൾക്ക് തെളിവ് കിട്ടി. കണ്ടോ ചെങ്ങായിന്റെ പിരാന്ത്? മലന്റെ മേലെ കൊണ്ടേറ്റാ കപ്പൽ ഉണ്ടാക്കണത്. പക്ഷെ അള്ളാഹ് പറഞ്ഞതായതുകൊണ്ട്, ഉള്ളിൽ യഖീനുള്ളതുകൊണ്ട്, അതിലെന്തോ ഒരു സംഭവം വരാണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അതേ ഉണ്ടാക്കി. അല്ലേ? നമുക്ക് കാണാം, എന്താ, നീ പോയിട്ട് കപ്പൽ ഉണ്ടാക്ക്. അവിവേകികളെ കുറിച്ചൊന്നും നീ എൻ്റെ അടുത്തേക്ക് വരണ്ട, അവരൊക്കെ മുങ്ങി ചത്ത് തീരും. പടച്ചോൻ പറഞ്ഞു അദ്ദേഹത്തോട്, അവരൊക്കെ മുങ്ങി ചത്ത് തീരും, നീ ബേജാറാണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അദ്ദേഹം കപ്പൽ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവിടുത്തെ വലിയ മുതലാളിമാരും നേതാക്കന്മാരും ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടക്കും. അദ്ദേഹം ഇങ്ങനെ മേടിയിട്ട് കപ്പൽ ഉണ്ടാക്കുക. എന്നിട്ട് സഹിറു മിൻഹു, അവരിങ്ങനെ കളിയാക്കി. അവരദ്ദേഹത്തെ എന്താ പറയുക, ചില ആയത്ത് ഖത്തം തീർക്കാൻ ചിലപ്പോൾ ആയുസ്സിൽ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഓരോ ആയത്തും ഹൃദയത്തോട് ചേർത്ത് വെച്ച് വായിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ വായിക്കുമ്പോൾ ഞെട്ടും നമ്മൾ. നിങ്ങൾ ശരിക്കും ആ ചിത്രം നോക്കി, 950 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ മരക്കഷ്ണങ്ങൾ കൊണ്ട് കപ്പൽ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട്, എന്താ എന്റെ പണി കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തെ ഇങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കൊടുത്ത ഉത്തരം തരും, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും. നിങ്ങൾ എന്നെ കളിയാക്കും, നാളെ ഞാൻ നിങ്ങളെ കളിയാക്കും, കണ്ടോളി. നിങ്ങൾ ഒരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലെടുക്കും? ആ കാലം അത്രയും അദ്ദേഹം ആ കപ്പൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം എന്താ സംഭവിച്ചത്? ഫഅദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ. പടച്ചോനെ, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല, ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഈ തമ്മാടി കൂട്ടങ്ങൾ പെറ്റ് പോറ്റുന്നത് മുഴുവൻ തമ്മാടികളെ ആയിരിക്കും. അതുകൊണ്ട് ഫന്തസിർ, നീ സഹായിക്കുക. അപ്പോഴോ ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, ആകാശം മഴയായി പെയ്ത് തിമിർന്ന് അങ്ങോട്ട് എന്താ പറയാ, അത്രയും വലിയ മഴവർഷങ്ങൾ ഉണ്ടായി. ഫജ്ജർനൽ അർള ഉയൂനൻ ഫൽതഖൽ മാ അല അംറിൻ ഖദ് ഖുദിർ, മണ്ണിലങ്ങനെ പുതിയ അരുവികൾ പൊട്ടിയൊഴുകി, മലയിടുക്കുകൾ അത് പൊട്ടിയൊഴുകി. വഹമൽനാഹു അലാ ദാതി അൽവാഹിം വദുസിർ, ആണിയും മരക്കഷ്ണങ്ങൾ കൊണ്ടും കൂട്ടിഘടിപ്പിച്ചുണ്ടാക്കിയ കപ്പൽ പതിയെ സഞ്ചരിച്ചു തുടങ്ങി. അതാണ് യഖീൻ. യഖീനിന് അവസാനം കിട്ടുന്ന സമ്മാനാണത് കേട്ടോ. ഇനി മൂസ അലൈഹിസ്സലാമ, ഞാൻ കുറച്ചു വേഗത്തിൽ പറഞ്ഞു പോകാം. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയുടെ കൂടെ അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു. ഫിറൗനിന്റെ സംഘം കൊല്ലാൻ വന്നു. പിന്നിൽ ആർപ്പ് വിളിയുമായി വരുന്ന പട്ടാളത്തിന്റെ ശബ്ദം കേൾക്കാം. മുന്നിൽ ഒരു കൊച്ചു സംഘം, അവർ കടലോരത്തേക്ക് പോവാണ്, നാട് കടക്കാൻ വേണ്ടി പോവാണ്. നാട് കടക്കാൻ വേണ്ടി പോവാണ്. ആ രീതിയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ അത് കുത്തുബ കഴിഞ്ഞതിന്റെ ശേഷം പായസ വിതരണത്തിന് പോയാൽ മതി, അതിന് പോകണവരാണെങ്കിൽ, വേറെ തിരക്കൊന്നുമില്ല. ശരി. അപ്പോ എന്താണ്, അവിടെ ചെന്നപ്പോ മുന്നിൽ വലിയ കടല്, പിന്നിലോ വലിയ സൈന്യം. എന്തു ചെയ്യുന്ന അറിയില്ല. അപ്പൊ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഫലമാത്ര അൽ ജംആൻ, ആ രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയപ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴോ
കല്ല ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ല, എൻ്റെ റബ്ബ് എന്തെങ്കിലുമൊക്കെ വഴി കാണിക്കും. ഉള്ളിലെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് എന്താ കിട്ടിയ വഴി നമുക്കറിയില്ലേ? ഒരൊറ്റ അടി കടലാണ് പിളർന്നു. നമ്മൾ ഈ കോഴിക്കോടൊക്കെ പോയി കാണാൻ കടലില്ലേ, അതിന്റെ എല്ലാ പ്രക്ഷുബ്ധതയും ആ കടലിനും ഉണ്ട്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട് മാറി. എന്നിട്ട് അവിടെ വരണ്ടുണങ്ങിയ റോഡാണ് തെളിഞ്ഞു എന്നാ ഖുർആനിലുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇനി നിങ്ങൾ നോക്ക്, മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഗർഭിണിയായ കാലത്ത് അവിടെ ജനിക്കണ മുഴുവൻ കുട്ടികളെയും ആൺകുട്ടിയാണെങ്കിൽ കൊല്ലും. അപ്പൊ പ്രസവം ഓരോ വീട്ടിലും കണക്കുണ്ട്. ഫിറോവിന്റെ അടുത്ത് പ്രസവിച്ചു എന്നുള്ള വിവരം അറിഞ്ഞാൽ കരയണ കുട്ടിയുടെ ലൈംഗികാവയവം നോക്കും. പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അവിടെ വെച്ച് കൊല്ലും, പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ വിടും. അപ്പോഴാണ് ഈ കുട്ടി ജനിക്കണത്. എന്താ വൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളിഇ, എന്താ മൂസ അലൈഹി ഇസ്ലാമയുടെ ഉമ്മയോട് പടച്ചോൻ പറഞ്ഞു, എന്താ തോന്നിപ്പിച്ചു, കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യ്, നീ ആ പുഴയിൽ ഒഴുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉമ്മയും അവരുടെ പെൺകുട്ടിയും പ്രസവിച്ച് ആ പ്രസവത്തിന്റെ നീറ്റൽ മാറും മുമ്പ് പ്രസവിച്ച ഓരോ പെണ്ണിനും അറിയാം പ്രസവിച്ച് അടുത്ത മിനിറ്റുകളുടെ സ്ഥിതി എന്തായിരിക്കുന്നത്. ആ ചോര തുടക്കാത്ത കുഞ്ഞിനെയും കൊണ്ട് അവരിങ്ങനെ ഒരു പെട്ടിയിലാക്കിയിട്ട് പോവാണ് അല്ലെ. നൈൽ നദിയുടെ ഓരത്തെത്തുമ്പോൾ ആ ഒഴുക്കിലേക്ക്, ആ ഒഴുക്കിന്റെ തീവ്രതയിലേക്ക് ആ പെട്ടി അങ്ങോട്ട് വെച്ചിട്ട് ഒരു പന്തവും കത്തിച്ച് ആ പെട്ടി അങ്ങനെ ഒഴുകി ഒഴുകി താഴോട്ട് പോകുന്നത് കണ്ണു മറയുന്ന ദൂരത്തെത്തും വരെ കണ്ടു നിന്നു. പതിയെ അള്ളാഹുരൊക്കെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു. അതാണ് യഖീൻ, ഉള്ളിലെ യഖീൻ. അതാണ് അള്ളാഹു കാണിച്ച ദൃഷ്ടാന്തത്തിന്റെ കൂടെ നിന്നതാണ്. അപ്പോഴാണ് ഖുറത്തു ഐനുൻ ലീ വലക്, എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. നമുക്ക് മക്കളില്ലല്ലോ, ആ പെട്ടി എനിക്ക് എടുത്തു തരൂ എന്ന് ആസിയ ബീവിയെ കൊണ്ട് പുഴക്കടവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിക്കുന്നത്. കൊല്ലാൻ വിചാരിച്ച വ്യക്തിയെ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ അവന്റെ ബെഡിൽ പടച്ചോൻ വളർത്തുന്ന അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ആരാധനകൾ ഒരുപാട് ചെയ്യുന്നതിലേറെ വലിയ കാര്യമാണ് എന്താറിയോ? ഉള്ളിൽ ഒരു ശരിയായ വിശ്വാസ നിലപാട് ഉണ്ടാകുക എന്ന് പറയുന്നത്. വല്ലാഹി മാ സബഖഹും അബൂബക്കർ ബികസറത്തി സ്വലാത്തിൻ വല സിയാമിൻ. അബൂബക്കറിനെക്കാളും നിസ്കരിക്കണവരും നോമ്പൊരുക്കണവരൊക്കെ മദീനയിലുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും വലിയവരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മുൻകടന്നത് വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, ഹൃദയത്തിൽ അദ്ദേഹം ഉൾക്കൊണ്ട യഖീനിന്റെ ബോധ്യത്തിന്റെ കരുത്തിലാണ് അദ്ദേഹത്തിന് അല്ലാഹു ആ സ്ഥാനം കൊടുത്തത് എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇബ്നു മുബാറക് പറഞ്ഞിട്ടുണ്ട്, മാറായിതു റജുലൻ ഇർതഫഅ മിസ്ല മാലിക് ഇബ്നു അനസ്. മാലിക് ഇബ്നു അനസിനോളം ഉയർന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അദ്ദേഹം ഒരിക്കലും ആരാധനകൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടുമല്ല. ലൈസ ലഹു കസീറു സ്വലാത്തിൻ വലാ സിയാം. ഇവിടെയുള്ള വേറെ പലരെ പോലെയും ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളും ശക്തികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈദിൽ നമ്മൾ ആകെ പറയുന്ന ഒരു സന്ദേശം അതാണ്. നമ്മളുടെ ഉള്ളിൽ ഇസ്ലാമിനെ സമഗ്രമായി പഠിച്ച് ശരികളെ ഓരോന്നിനെയും കറക്റ്റ് ചെയ്ത് നമുക്കൊരു നിലപാട് വേണം. ആ നിലപാട് എടുത്തുപയോഗിക്കേണ്ട ഘട്ടം വരും. ഞാൻ പറയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടം മദീനയിൽ ഉണ്ടാകുമ്പോൾ ഇപ്പോ ചിലപ്പോ ഈ പറയുന്ന നിലപാടിന്റെ ഇങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ മഹത്വമൊന്നും ബോധ്യപ്പെടൂല. പക്ഷേ എപ്പോഴോ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. നോക്കൂ, നിങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു പരീക്ഷിക്കപ്പെട്ട ഒരു ഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയി, ഫലസ്തീനിലേക്ക് പോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് പ്രവാചകൻ മിഅ്റാജ് പോയി, അള്ളാഹുവിനെ കണ്ടു. ഈ രണ്ട് സംഭവം ഉണ്ടാകുന്ന രാത്രിക്ക് ശേഷം രാവിലെ വന്ന് റസൂലുള്ളാഹി പറയാണ്. ഇത് പറയുമ്പോൾ ഇത് ജനങ്ങൾ വിശ്വസിക്കുമല്ലേ എന്നുള്ളതൊന്നും വിഷയമല്ല, വഹയാണ്, പറഞ്ഞേ പറ്റൂ. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ആകെ ഇളകി. അടുത്ത കാലത്ത് വിശ്വാസം സ്വീകരിച്ചവർക്ക് പോലും ചെറിയൊരു ഇളക്കം. അപ്പൊ ശത്രുവിന് കിട്ടിയ ചാൻസ് അല്ലേ, പുതിയ ക്ലിപ്പ് കിട്ടി, പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ. ഓടിച്ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ആ സാഹിബില്ലേ, ഹല്ലക്ക ഇല സാഹിബിക് യസ്ഉം അന്നഹു ഉസ്രിയ ലൈല ഇല ബൈത്തുൽ മുഖദ്ദസ്, ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നാ എൻ്റെ ചങ്ങായി പറയണത്. നാട്ടുംപുറത്തെ ഭാഷയിൽ അതിനെ പരിഭാഷപ്പെടുത്തി അങ്ങനെയാണ്. എന്താ അപ്പൊ എൻ്റെ കഥ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉത്തരം എന്താ അറിയോ? അവഖാല ദാലിക്, നബി അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? നഅം. ഒരിക്കൽ കൂടി ചോദിച്ചു, അവഖാല ദാലിക്, അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അപ്പോ ലഇൻ കാന ഖാല ദാലിക് ലഖദ് സ്വദഖ, അതാ വർത്താനം. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇപ്പോ അറബ്സിന് പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു മാസത്തിലധികം ദൂരം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോയി എന്ത് ചെയ്യണത് പറയണത്. അതാണ് വന്ന് ചോദിക്കണത്. അതാണ് മക്കയിലെ അങ്ങാടി മുഴുവൻ ആഘോഷിക്കണത്, ഒക്കാവയും ദുൽമജന്നയും കൊട്ടിഘോഷിക്കണത്. നമ്മൾ വട്ടാൻ നിറച്ച ചങ്ങാക്കി ശരിക്കും വട്ടന്നെയാണ്. ഇന്നലെ അവിടെ കണ്ടതാ വൈകുന്നേരം.
എന്നിട്ട് ഇപ്പം അവിടെ പോയി വന്നു എന്നാ പറയണത്. അദ്ദേഹം പതറിയില്ല, ഉള്ളിൽ യഖീൻ ഉണ്ടായിരുന്നു, ഇത് നബിയാണെന്ന ബോധ്യമുണ്ടായിരുന്നു. അപ്പോ എന്താ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം, എന്നിട്ടൊന്ന് ചോദിക്കാം. ഇവിടെ കണ്ടോരുണ്ടല്ലോ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് കണ്ടോരുണ്ടല്ലോ, ആന്റെ നബിനോട് നമുക്കൊന്ന് ചോദിക്കാം. അതേ പറഞ്ഞ ചോദിക്കാം, നമുക്ക് ചോദിക്കാം. ഒരു ഞെട്ടലുണ്ടായില്ല, ഒന്ന് അങ്ങനെ തന്നെ അല്ലേ ഒന്നൊന്നും ചോദിച്ചില്ല, ധൈര്യമായിട്ട് വിളിച്ചോണ്ടോയി നബിനോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെയെന്ന് നീ പറയും. അള്ളാഹ് എന്ത് അറിയോ, മുന്നിൽ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു പടച്ചോന്. നബിയുടെ കാഴ്ചയിൽ ബൈത്തുൽ മുഖദ്ദസിനെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. നബി പറഞ്ഞു, അതിന്റെ ജനൽ ഇന്നതാണ്, അതിന്റെ വാതിൽ ഇന്നതാണ്, അതിന്റെ സ്റ്റെപ്പ് ഇന്നതാണ്, ഓരോന്നും പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം ചോദിച്ചു, എങ്ങനെയുണ്ട്. ഇത് നമ്മളുടെ അടുത്ത് വരെ എങ്ങനെ, നമ്മളൊരു ഹദീസ് കേൾക്കും, ആ ഹദീസ് ചിലപ്പോ നമ്മളെ വരുമാനത്തിനെതിരെ കാരണം അപ്പോൾ വ്യാഖ്യാനിക്കും നമ്മള്. ഒരു ഹദീസ് ചിലപ്പോ നമ്മളെ വരുമാനത്തിനെതിരെ കാരണം അപ്പോൾ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ നമ്മളെ സൗകര്യത്തിനെതിരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മോളെ കെട്ടിച്ച വീടിനെതിരായിരിക്കും. അതല്ലെങ്കിലോ നമ്മളെ തലച്ചോറിൽ കൊള്ളൂല, നമ്മളെ തലച്ചോറിൽ കൊള്ളൂല. അങ്ങനെ കൊള്ളാത്ത ഹദീസൊക്കെ ഇപ്പൊ കൊണ്ടു തുടങ്ങിയതുണ്ട്. എന്താണ്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ 10-40 ദിവസം ആകുമ്പോ, 42 ദിവസം ആകുമ്പോ ഒരു മലക്ക് വരും. മലക്ക് വന്നിട്ട് പടച്ചോനോട് ചോദിക്കും, പടച്ചോൻ ഇന്ന നാട്ടിലെ ഇന്ന പെണ്ണിന്റെ വയറ്റിലുള്ള കുട്ടിനെ ഞാൻ എന്താണ് ആക്കേണ്ടത്? അപ്പോ പടച്ചോൻ പറയണത് അപ്പോഴാണ് ആകാന്നാണ്. പ്രഗ്നന്റ് ആണോ ഉടനെ ആണും പെണ്ണും ആണില്ല എന്നാണ്. ഇത് മെഡിക്കൽ സയൻസ് പ്രകാരം നേരത്തെ തെറ്റായിരുന്നു. ഒരു കുഞ്ഞിന്റെ രൂപം ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നു, അതവിടെ വളരുന്നു, ഒരു ഫാം ഹൗസ് മാത്രമാണെന്ന് ശാസ്ത്രം വിശ്വസിച്ച കാലമുണ്ട്. പിന്നെ തിരുത്തി XS ക്രോമസോമും XY ക്രോമസോമും ചേരുമ്പോൾ അതിന്റെ അളവ് വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആണും പെണ്ണും ആകുന്നു തീരുമാനിച്ച കാലമുണ്ട്. ഇപ്പൊ സയൻസ് എവിടെ എത്തി? റസൂലുള്ള പറഞ്ഞ ഈ ടൈമിലാണ് ഇത് നടക്കണമെന്നുള്ളിടത്ത് എത്തി. അവിടെ മലക്കിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിനും ടെലസ്കോപ്പിനൊന്നും മലക്കിനെ കാണാനുള്ള ശക്തി ഇല്ല. അത് യഖീനുള്ള ഹൃദയത്തിനെ പറ്റൂ. യഖീനുള്ള ഹൃദയം അത് കാണും. ഇനി സ്വർഗത്തിൽ വെച്ചത് നേരിട്ടും കാണും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവും. ഇനി ഈ നിലപാട് നമുക്ക് ഉപകാരപ്പെടേണ്ട വേറൊരു സമയം എപ്പോഴറിയോ? ഞാൻ പറയാം കുട്ടീനെ കാണാനല്ല, കുട്ടീനെ അങ്ങനെ തെരഞ്ഞ് നടന്നു. ചെറിയ മോള് 3-4 വയസ്സ് പ്രായമുള്ള മോള് കുളത്തിൽ അങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുകയാണ്. ഞാൻ എൻ്റെ മെമ്പറിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നേരെ കുളത്തിലിറങ്ങിയിട്ട് ആ സ്ത്രീ ആ കുഞ്ഞിനെ അങ്ങോട്ട് എടുത്തു, കഫം ചെയ്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ച് കയ്യിലേക്ക് എടുത്തു. ഒന്ന് കണ്ണ് നനഞ്ഞു, ആർത്ത് കരഞ്ഞില്ല. റൂമിലേക്ക് കയറി നമസ്കാര കുപ്പായത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മോളെ മയ്യത്ത്, എൻ്റെ മോളെ ഇപ്പൊ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ അവരിങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു. എല്ലാവരും വിചാരിച്ചൊരു വട്ടായതാണ്. ഉള്ളിൽ യഖീൻ ഉണ്ടായിരുന്നു. അവരുമ്മ എന്നെ വിളിച്ചു. ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ പറഞ്ഞു, മൗലവി പീസ് റേഡിയോന്നും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരു ആള് മരിച്ച ഒരാൾക്ക് അയാളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ അൽഹംദുലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സ്വർഗത്തിലൊരു വീട് കൊടുക്കും. സഹിക്കാത്ത കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ അതിനെ അതിജീവിക്കണം. ഉപകാരപ്പെടും. അങ്ങനത്തെ സമയത്ത് ഇത് ഉപകാരപ്പെടും. എന്താ സംശയമുള്ളത്? പിന്നെ അത് ഉപകാരപ്പെടുക എവിടെ അറിയോ? യഖീൻ ഉപകാരപ്പെടുക ഖബറിലാണ് ഉപകാരപ്പെടുക. എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു. അമ്മൽ മുഅ്മിൻ അവൽ മൂഖിൻ ഫയഖൂൽ, ഖബറിൽ ഒരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്നകും തുഫ്തനൂന ഫീ ഖുബൂരിക്കും മിസ്ലു ഖരീബ് മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയോളം പോന്ന ഫിത്ന നിങ്ങൾക്ക് വരും. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയോളം പോന്ന ഫിത്ന. എന്താ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന? മസീഹുദ് ദജ്ജാലേക്ക് വരും. അന്ത്യദിനത്തിന്റെ ഏറ്റവും വലിയ അവസാനത്തെ അടയാളമാണ്, ഏറ്റവും അവസാനത്തെ അടയാളമാണ് മസീഹുദ് ദജ്ജാലിന്റെ വരവ്. വന്നാൽ അവൻ എന്ത് ചെയ്യും? മദീന അല്ലാത്ത എല്ലാ നാട്ടിലും ആ സമയം കൊണ്ടെത്തും. അവന്റെ ഒരു ദിനത്തിന് 1 വർഷത്തിന്റെ ദൂരം ഉണ്ടാകും. ആദ്യത്തെ ദിവസത്തിന്, 2ാമത്തെ ദിവസത്തിന് നമ്മുടെ 1 മാസത്തിന്റെ ദൂരം ഉണ്ടാകും. 3ാമത്തെ ദിവസത്തിന് നമ്മുടെ 1 ആഴ്ചയുടെ ദൂരം ഉണ്ടാകും. പിന്നെയുള്ള ദിവസമൊക്കെ നമ്മുടെ സാധാ ദിവസം പോലെ ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരുപാട് അത്ഭുതം അവൻ കാണിക്കും. എന്താ കാണിക്കുക? അവന് മരുഭൂമിയിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കും, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെ കാണിക്കും, പല മായാജാലങ്ങളും കാണിക്കും. അതൊക്കെ കണ്ട് ആളുകൾ അവന്റെ മുമ്പിൽ വീഴുമ്പോഴും വിശ്വാസികൾ പറയും, നീ കള്ളനാണ്, നീ ഒറ്റക്കണ്ണനാണ്, നിന്റെ നെറ്റിയിലെഴുതിയ കാഫർ എന്നുള്ളത് കാണാൻ എനിക്കേ പറ്റുള്ളൂ, വിശ്വാസികൾക്കേ പറ്റുള്ളൂ. സൂറത്തു കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് ദജ്ജാലിൽ നിന്നുള്ള അവൻ വരുന്ന നാളിലെ ഫിത്നയുടെ പരിഹാരമായി പഠിപ്പിച്ചതാണ്. ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അപ്പൊ അവിടെ ജീവിച്ച, അവിടെ പിടിച്ചു നിന്ന ആ വിശ്വാസികളില്ലേ, ആ വിശ്വാസികളുടെ ഈമാൻ ഉണ്ടെങ്കിലേ ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്നാണ്. അവിടെ ആരാ ഉത്തരം പറയാ? അൽ മൂഖിൻ, യഖീനുള്ളവനെ അവിടെ പറയുള്ളൂ. വിശ്വാസത്തെ ദൃഢീകരിച്ചവനെ അവിടെ മറുപടി പറയുള്ളൂ. എന്താ ചോദ്യം? നബിനെ സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കും. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹുവ മുഹമ്മദ് റസൂലുള്ളാഹ് ജാഅ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ, ഞങ്ങൾക്ക് വെളിച്ചവുമായി വന്ന റസൂലാണെന്ന് പറയും എന്നാണ്. അപ്പോൾ ഹൃദയത്തിൽ യഖീൻ ഉണ്ടാക്കിയെടുക്കേണ്ട സഹോദരന്മാരെ നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാന അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചത്. ആ ഒരു യഖീൻ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ വേറെ ആരും പേടിക്കേണ്ടി വരില്ല, പടച്ചോനെ മാത്രമേ പേടിക്കേണ്ടി വരുള്ളൂ.
അദ്ദേഹം ചോദിച്ചില്ലേ, അതുഹാജൂനനി ഫില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്നോട് നിങ്ങൾ തർക്കിക്കാണോ? എന്താ, വഖദ് ഹദാനി, അവൻ എനിക്ക് ഹിദായത്ത് തന്നു. വല അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ ശിർക്ക് ചെയ്യണേനൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കൂല. ഞാൻ ജാരം കണ്ടിട്ട് പേടിക്കൂല, ഞാൻ മക്കാമ് കണ്ടിട്ട് പേടിക്കൂല, ഞാൻ ഏതെങ്കിലും ഒരു പക്ഷി കരണ് കണ്ടിട്ട് ഞാൻ പേടിക്കൂല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുട്ട പുഴുങ്ങിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പേടിക്കൂല. സിഹർ ഹക്കാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, സിഹറും കണ്ണേറും ഒക്കെ ഹക്കാണ്. അതുകൊണ്ടാണ് അത് പ്രമാണങ്ങൾ പഠിപ്പിച്ചത്, സബൂൽ മുബിഖാത്തിൽ പഠിപ്പിച്ചത്, 7 വൻപാപങ്ങളിൽ പഠിപ്പിച്ചത്. ഇല്ലാത്ത പൂച്ചനെ കൂരിട്ടത്ത് തപ്പാ റസൂലത പറയില്ല, ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പൊ എന്താ, അതിനെന്താ ചെയ്യണ്ടു? അതിന് കരിങ്കണ്ണ നോക്കി നെയ്റ്റല്ല വേണ്ടേ, അതിന് മുട്ടമ്മ പുഴുങ്ങിയിട്ട് കുഴിച്ചിടല്ല വേണ്ടേ? പിന്നെ അതിനൊക്കെയുള്ള പ്രൊട്ടക്ഷന്റെ പ്രാർത്ഥനകളുണ്ട് അല്ലേ? പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ ചൊല്ല വേണ്ടത്. ആ പ്രാർത്ഥനകൾ, പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലി മുന്നോട്ട് പോയാൽ ഒരു വിഷമം വരൂല. അപ്പോ യഖീന് നമുക്ക് നൽകുന്ന, ഹൃദയത്തിലെ ദൃഢമുള്ള വിശ്വാസം നമുക്ക് നൽകുന്ന കരുത്താണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ദിവസം അത് ഉൾക്കൊള്ളണം. ശരിക്ക് നമ്മൾ ചെല്ലിയ തക്ബീറിന്റെ അർത്ഥം അതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഈ യഖീനിന്റെ താക്കോൽ. അതാണ് അല്ലാഹു അക്ബർ തന്നെയാണ്. എന്താ സംശയം? ചോദിച്ചില്ലേ, ഈ പിന്നെ നുരുമ്പിയ എല്ലിൽ നിന്ന് ആരാണ് ഇതിനുണ്ടാക്കുക എന്ന്? ഞാൻ ഈ അടുത്ത സമയത്ത് പിന്നെ ഈരാറ്റുപേട്ട നടന്നൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നൊരു വിഷയം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ അറിയോ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചാൽ, ശരിക്കും കേട്ടോളി നിങ്ങൾ, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചാൽ ആ മനുഷ്യന്റെ എല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ഉരുമ്പിപ്പോയാലും അവന്റെ ബയോളജിക്കൽ ഇൻഫർമേഷൻ ഇല്ലാതാകണില്ല എന്നാണ്. ഒരു മുടി കിട്ടിയാൽ മതി, ഒരു മുടി കിട്ടിയാൽ മതി, അതിന്റെ DNA നിന്ന് ആ മനുഷ്യൻ ആരാന്ന് എടുക്കും. ഒരു എല്ലിന്റെ പൊട്ട് കിട്ടിയാൽ മതി. ഇതാരാ ഉണ്ടാക്കിയത്? ആ ഉണ്ടാക്കിയ പഠിച്ചവൻ വല്യോനാണ്. ആ ഉണ്ടാക്കിയ പഠിച്ചവന് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരലൊരു ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കണ്ടേ എന്ന് ചോദിക്കുന്നവരോട് അല്ല എന്ന് പറയണം, അല്ല എന്ന് പറയണം, അല്ല എന്ന് പറയാൻ പഠിക്കണം. ജീവിതം ഒന്നല്ല, ജീവിതം 2 എണ്ണം ഉണ്ട് എന്ന് ബോധ്യപ്പെടണം നമുക്ക്. മനുഷ്യന്റെ ഒറ്റ കണ്ണിന്റെ ഉള്ളിൽ 2 കോടി കുഞ്ഞു ഉപകരണങ്ങളുണ്ട്. ഇതുണ്ടാക്കിയ റബ്ബ് വല്യോനല്ലേ? അത് അല്ലാഹു അക്ബർ തന്നെയാണ്. ആ അല്ലാഹു അക്ബർ ഉൾക്കൊണ്ടാ മതി. ആ അല്ലാഹു അക്ബറിന്റെ അടുത്ത അർദ്ധാംശം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അതുകൊണ്ട് ആ പടച്ചവനെ വിളിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കി തന്ന റബ്ബിന് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അവനാണ് സർവസ്തുതിയും എന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് യൗമുൻ നഹർ എന്നാണ് പറയാം. ഫസല്ലി ലിറബ്ബിക വൻഹർ, ഏറ്റവും ചെറിയ സൂറത്തിൽ നമ്മൾ പഠിക്കേണ്ടത് നിസ്കരിക്കുക പിന്നെ അറുക്കുക എന്നാണ്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിവിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. രാത്രി 9 മണിക്കാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികളോടൊക്കെ ഞാൻ പറയാം, അമ്മാൻ്റെ കുട്ടി ബാക്കിയൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കുക. 9 മണിക്ക് അറിവിൻ്റെ സ്ഥലത്ത് എല്ലാവരും ഉണ്ടാകുക. കാരണം കുറേ ആളുകൾ ഷുഗർ ഉള്ളവരും പ്രയാസമുള്ളവർക്ക് നിശ്ചിത സമയം കഴിയുമ്പോൾ അവർ റെസ്റ്റ് ചെയ്യേണ്ടി വരും. രാവിലെ വെളുത്ത് ആളുകൾ പിന്നെ എന്താ പറയുക, വീട്ടിൽ വാതിൽ തുറക്കണം, ആദ്യ നേരത്തെ അവർക്ക് ഇറച്ചി കൊണ്ടേ കൊടുക്കണം. ഇതിന് വണ്ടി വേണം, സൗകര്യം വേണം, യാത്ര വേണം, ഒക്കെ വേണം. അപ്പോൾ അത് മുറിക്കാനും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും കൂടുക. അതൊരു പുണ്യമാണ്, അത് സാധാരണ അറിവല്ല. ഇബ്രാഹിം നബി സ്വന്തം മകനെ മിനയിലിട്ട് അറുക്കാൻ പിന്നെ ശ്രമിച്ചതിൻ്റെ പ്രതീകമാണ് നിർവഹിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടാകുക. അപ്പോൾ ചിലപ്പോൾ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവരും അവരെ കൊണ്ട് കഴിയണ പോലെ ഒക്കെ എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു പോകണം. മാത്രമല്ല, ഇന്നത്തെ ദിവസം നമ്മൾ അനിവാര്യമായും കുറേ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? എപ്പോഴും വീടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടവരുണ്ട്, തെരുവുകളിൽ കഴിയുന്നവരുണ്ട്, പാലങ്ങൾക്ക് താഴെ കഴിയുന്നവരുണ്ട്, അഴുക്കുചാലുകളിൽ കഴിയുന്നവരുണ്ട്. നമുക്ക് ഒരു കൊതുകിന്റെ മൂളൽ കേൾക്കാൻ പറ്റൂലെങ്കിൽ, ഭക്ഷണമേശയിൽ ഒരു ഈച്ചയെ കാണാൻ പറ്റൂലെങ്കിൽ അത്രയും പ്രയാസപ്പെട്ടെടുത്ത് ജീവിക്കണവരുണ്ട്. നല്ല വീടുള്ളവരായിരുന്നു. ഒരു നേരത്തൊന്ന് JCB കൊണ്ട് തകർക്കപ്പെട്ട വീടുകൾ മീഡിയകൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇശാ നിസ്കരിച്ച പള്ളി രാവിലെ സുബഹിന് വന്നപ്പോൾ കാണുന്നില്ല, ഒരു കല്ല് പോലും ഇല്ല, ക്ലീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അത് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനുള്ള പ്രാർത്ഥനയാണ് ആദ്യം ആവശ്യം. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രവർത്തനമാണ് ആവശ്യം. രാഷ്ട്രീയ ബോധ്യമാണ് ആവശ്യം. എന്താ രാഷ്ട്രീയ ബോധ്യം? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അള്ളിച്ചേർന്ന് അതിന്റെ സൈബർ പോരാളികളായി ഒക്കെ കമന്റ് ബോക്സിൽ ന്യായീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. യാഥാർത്ഥ്യങ്ങൾക്കും വസ്തുതകൾക്കും ഒപ്പം നിൽക്കുക, ഊഹങ്ങൾക്കൊപ്പം സംസാരിക്കാതിരിക്കുക. ഒരാളെ എത്രയും പെട്ടെന്ന് സംഘപരിവാര ചേരിയിലേക്ക് തട്ടാനല്ല നോക്കേണ്ടത്. ഒരു പ്രസ്താവനയിൽ നിന്നോ ഒരു കമന്റിൽ നിന്നോ ഒരാളെ നേരെ സംഘപരിവാര ചേരിയിലേക്ക് തള്ളിയിടുകയല്ല അല്ലേ? അയാളാ പറഞ്ഞത് എന്തുകൊണ്ട് അയാളെ തിരുത്തേണ്ടടുത്ത് തിരുത്തി അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. ഒരാളെ ആ പക്ഷത്തു നിന്ന് ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഏറ്റവും വലിയ ദൗത്യം എന്താ? അവർക്കിടയിലെ പ്രബോധനം തന്നെയാണ് അല്ലേ? ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടല്ല ഇവരാരും സംസാരിക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനു ശേഷം തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് പിന്നെ തകർത്ത കർസേവകൻ വീട്ടിലെത്തുമ്പോ അമ്മ ചവിട്ടി പുറത്താക്കി പോന്നറിഞ്ഞ്, നീ മന്ദിർ തകർന്നു വന്നവനാണ്,
മന്ദിർ തകർത്തു വന്ന നിന്നെ ഞാൻ വീട്ടു കയറ്റൂല. അത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. അദ്ദേഹം ഇസ്ലാം പഠിച്ചു. 100 വീടുണ്ടാക്കിയിട്ടാ മരിച്ച്, 100 പള്ളി ഉണ്ടാക്കിയിട്ടാ പിന്നെ മരിച്ച്. തെണ്ടിപ്പിരിച്ച് 100 പള്ളി ഉണ്ടാക്കി മരിച്ച കർസേവകൻ ജീവിച്ച നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് വിഷയങ്ങളെ പഠിക്കാൻ നമുക്ക് പറ്റണം. കാര്യങ്ങളെ സംഘപരിവാർ ഇട്ട് തരുന്ന അജണ്ടകൾക്കൊപ്പം പോവല്ല വേണ്ടത്. വിഷയങ്ങളെ വിശകലനം ചെയ്ത് തത്വങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും എത്താൻ നമുക്ക് പറ്റണം. ഇതേപോലെ നമ്മൾ ഓർക്കേണ്ടവരാണ് ശയ്യാവലംബികളായ ആളുകളുണ്ട്. അവരെ എഴുന്നേൽപ്പിക്കണം, അവർക്ക് പുതുവസ്ത്രം ധരിപ്പിക്കണം, അവരെ അത്തർ പുരട്ടിക്കണം, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അവരുടെ ചുറ്റുമിരുന്ന് പറയണം. ചിലരെ ഫോണിൽ വിളിക്കാനുണ്ടാകും, ചിലർ നേരിൽ പോയി കാണാനുണ്ടാകും. കുടുംബ സന്ദർശനങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. സമ്മാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഉപ്പമക്കൾക്കും ഉപ്പാക്കും ഒക്കെ സമ്മാനം കൊടുക്കാം, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാം, ഒക്കെ കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കാം, അല്ലേ? ഒത്തുകൂടലുകൾ വേണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് പാട്ടുപാടുന്നതിന് ഒരു കുഴപ്പമില്ല. അതിന്റെ കൂടെ കരയൊക്കെ നോക്കാതിരുന്നാൽ മതി, ഉണ്ടായി കൊള്ളാക്കാതിരുന്നാൽ മതി, അല്ലേ? ഓരോന്നിനും അതിർത്തികളുണ്ട്. നിയന്ത്രണങ്ങളില്ലാത്ത ബൈക്ക് യാത്രകളും നമസ്കാരങ്ങൾ മുടക്കിയുള്ള വിനോദ ട്രിപ്പുകളുമല്ല. തക്ബീർ ധ്വനികളുടെ സമയമാണ്. നന്നായി ഭക്ഷണം കഴിക്കണം, നേരത്തിന് ഭക്ഷണം കഴിക്കണം. അയ്യാമു അക്കലി വശുർബ്, അയ്യാമുത്ത ശരീഖിനെ കുറിച്ച് അതാ പറഞ്ഞത്. 11, 12, 13 ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ? തീറ്റന്റെയും കുടിന്റെയും ദിവസം ദിക്റുകളുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം ഒരു സ്വതക്കക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് ആ സ്വതക്ക? ആ സ്വതക്ക പ്രവാചകൻ പ്രത്യേകം എടുത്ത സ്വതക്കയാണ്. അതുകൊണ്ട് ആ സ്വതക്ക നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന നമ്മളുടെ പദ്ധതിയിലേക്കാണ്, ട്രീറ്റ് പദ്ധതിയിലേക്കാണ് എടുക്കുന്നത്. 4 കുടുംബങ്ങൾ നമ്മൾ പിരിച്ചെടുത്ത ക്യാഷിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 4 കുടുംബങ്ങൾ 1000 രൂപ വീതമാണ് അവർക്ക് നമ്മൾ മാസം കൊടുക്കുന്നത്. അവരുടെ വീട്ടിലെ എണ്ണവും കാര്യമൊക്കെ പരിഗണിച്ചപ്പോൾ അതാണ് തോന്നിയത്, ഇനി വേണമെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്കാം. അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സംഭാവന. എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് പായസത്തിൻ്റെ ഒരു പൈസ അതിൽ നിന്ന് എടുക്കും, ബാക്കി പൂർണ്ണമായും നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ഫണ്ടിലേക്കായിരിക്കും ഉപയോഗിക്കുക. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക.